ഒരാളുടെ ഉള്ളിലെ വൃത്തികേടുകൾ പരിപാടിക്കിടെ ഛർദ്ദിക്കുകയാണ്. എന്ത് അശ്ലീലവും പറയാൻ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെന്നാണോ കരുതുന്നത്? രൺവീർ അലാബാദിക്കെതിരെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ സുപ്രീം കോടതി നടത്തിയ കടുത്ത വിമർശനങ്ങളാണിത്. രൺവീറിൻ്റേത് അശ്ലീല പരാമർശങ്ങളാണെങ്കിൽ മറുവശത്ത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ വിദ്വേഷം വിതയ്ക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലെ ഈ സ്ഥിരം അധോലോകത്തെ പേടിച്ച് പലരും സ്വന്തം അഭിപ്രായം പറയാത്ത സ്ഥിതിയാണ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ ചൊൽപ്പടിയിലാക്കാനാണ് ഇവരുടെ ശ്രമം. എതിരഭിപ്രായം പറയുന്നവരെല്ലാം അതിരാവിലെ എഴുന്നേറ്റ് രാജ്യദ്രോഹികളും മാവോയിസ്റ്റുകളും ആക്കുന്നതാണ് ചിലരുടെ ജോലി. EDയും NIAയും ഒക്കെ ഇടപെടേണ്ട വിഷയങ്ങളിൽ അവർ രാവിലെ തന്നെ അവരുടെ കണ്ടെത്തലിന്റെ കുറിപ്പിറക്കും. ഇതേസമയം മറുവശത്തുള്ളവർ ഫാസിസ്റ്റ് സംഘി ചാപ്പയുമായി ആളത്തിരയുകയാണ്. അതിനാൽ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്ന പരമ്പരാഗത പത്രങ്ങൾക്ക് പോലും ഒരേ സമയം ഫാസിസ്റ്റ്, സംഘി, ജിഹാദി പട്ടം ചൂടേണ്ടെന്ന യുക്തിരഹിത സാഹചര്യമുണ്ട്. ഈ രാഷ്ട്രീയ മത സദാചാര ഗുണ്ടകളും പണമുണ്ടാക്കാൻ അശ്ലീലം വിളമ്പുന്നവരുമൊക്കെ സമൂഹ മാധ്യമങ്ങളെ സമൂഹ ഹത്യയ്ക്ക് ഉപയോഗിക്കുകയാണ്. വിദ്വേഷ പ്രചാരകർ തനിച്ചല്ല, രാഷ്ട്രീയ വർഗീയ തീവ്രവാദ പിന്തുണ ആവോളമുണ്ട്. സാഹിത്യ സാംസ്കാരിക നായകരും മതവ്യത്യാസമില്ലാത്ത ആത്മീയ നേതാക്കളും നിർലജ്ജം ഈ വിദ്വേഷ പ്രകടനങ്ങൾക്കിറങ്ങുന്നതും അശ്ലീല സാഹിത്യം കുറിക്കുന്നതും കാണുമ്പോഴാണ് ഇവരുടെയൊക്കെ ആടുവേഷം കിട്ടിയ ചെന്നായ ജീവിതം സമൂഹം തിരിച്ചറിയുന്നത്. തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ സർക്കാരും വിഷം ഛർദ്ദിക്കുന്നവരുടെ പുറംതിരുമ്മി കൊടുക്കുന്നതേയുള്ളൂ. വിദ്വേഷ പ്രചാരണങ്ങളിൽ ഭരണാധികാരികളും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നിയന്ത്രണം സങ്കീർണമായ വിഷയമാണ്. ലേഖകന്മാരിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ ഒന്നിലേറെ എഡിറ്റർമാർ കണ്ടതിന് ശേഷം പ്രസിദ്ധീകരിക്കുന്ന പരമ്പരാഗത മാധ്യമങ്ങളിലും മാനുഷിക പിഴവുകൾ സംഭവിക്കുന്നുണ്ട്. അതുപോലും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഉപരിപരിശോധന ഏതുമില്ലാതെ അപക്വമതികൾ സമൂഹ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുന്നത് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അനാരോഗ്യകരമായ നിയന്ത്രണങ്ങൾക്ക് കാരണമായേക്കാം. റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സിന്റെ 180 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം പരിതാപകരമാം വിധം 151 ആണെന്നതും മറക്കരുത്. കോടതി പറഞ്ഞതുപോലെ ഉത്തരവാദിത്തമുള്ള സമൂഹം കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. ഭിന്നാഭിപ്രായങ്ങളെ മാനിക്കുന്നതും നാനാത്വത്തിൽ തെളിയുന്ന സൗന്ദര്യം ദർശിക്കാൻ ശേഷിയുള്ളതുമായ തലമുറയെ പരിശീലിപ്പിക്കണം. പാഠ്യപദ്ധതിയിലെ നേരം കൊല്ലി പാഠങ്ങളെ ഒഴിവാക്കി കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം. സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായങ്ങൾ എഴുന്നള്ളിക്കുമ്പോൾ മാത്രമല്ല, കാണുന്നതെല്ലാം പങ്കുവയ്ക്കുമ്പോഴും ഉത്തരവാദിത്തമില്ലെങ്കിലും ഉത്തരവാദിയാകുമെന്ന് മറക്കാതിരിക്കുക. വെറുപ്പിന്റെ പുകപടലങ്ങൾക്ക് താഴെ അഗ്നിപർവ്വതങ്ങൾ രൂപപ്പെടുന്നത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല.